കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ആതുരാലയങ്ങളിലൊന്നായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയിട്ടുള്ളവർ ദൈവതുല്യനായ ഒരു കർമ്മയോഗിയുടെ സ്നേഹസാന്ത്വന പരിചരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അവശരും നിരാലംബരുമായ തന്റെ സഹജീവികൾക്ക് താങ്ങും തണലുമായി സ്വന്തം ജീവിതത്തിലെ സുഖസൗഭാഗ്യങ്ങൾ സ്വയം പരിത്യജിച്ച് യേശുദേവനെയും ഗൗതമബുദ്ധനെയും പോലൊരാൾ എന്ന വിശേഷണത്തിന് തികച്ചും അർഹനായ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് തോമസ് ചേട്ടനെന്ന് നാം എല്ലാവരും വിളിക്കുന്ന PU തോമസ് എന്ന മനുഷ്യസ്നേഹി. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന രോഗാവസ്ഥയിൽ ഭാരിച്ച ചികിത്സാ ചെലവിനും ഭക്ഷണത്തിനുമുള്ള പണം കണ്ടെത്താനാകാതെ പകച്ചു നിൽക്കുന്നവരുടെ മുൻപിൽ ബൈബിളിലെ നല്ല സമരിയക്കാരനെ പോലെ ഒരു പിതാവിന്റെയോ സഹോദരന്റെയോ സ്നേഹവായ്പോടെ ചികിത്സാ ചെലവും ഭക്ഷണവും ഒപ്പം നിറഞ്ഞ പുഞ്ചിരിയും സാന്ത്വന വചനങ്ങളുമായി ദൈവത്തിന്റെ പ്രതിപുരുഷനെ പോലെ എത്തുന്ന നവജീവൻ തോമസ് ചേട്ടൻ തന്റെ നിസ്വാർത്ഥ സേവനം ആരംഭിച്ചിട്ട് 50 ആണ്ട് പിന്നിട്ടിരിക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനും വേദനിക്കരുത്, സ്നേഹിക്കപ്പെടാതെ മരിക്കരുത്, അവഗണിക്കുന്നതിന്റെ പേരിൽ കണ്ണീർ പൊഴിക്കരുത് എന്ന മഹത്തായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തോമസ് ചേട്ടനും ഏതാനും സുഹൃത്തുക്കളും ചേർന്ന് 1991 ആരംഭിച്ച നവജീവൻ ട്രസ്റ്റ് പേരിനെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളുമായി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിലേക്ക് സാന്ത്വനത്തിന്റെയും പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പുതിയ പാഠങ്ങൾ പകർന്നു നൽകി. അതിന്റെ കർമ്മപഥത്തിൽ 25 വർഷങ്ങൾ പിന്നിടുകയാണ്. അനാഥരായ മാനസിക രോഗികൾക്ക് വേണ്ടി ഒരു പുനരധിവാസ കേന്ദ്രം ഉണ്ടാകുന്നതിന് 1989 മെറീന ലോഡ്ജിലെ എൻ്റെ കൂടെയുള്ളവരും ഒക്കെ ആയിട്ട് അവിടെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയിരുന്ന് ആലോചിച്ചു. ആദ്യമായിട്ട് അവിടെ ഒരു ഓഫീസായിട്ട് തുടങ്ങാണ് ഇത്. പിന്നെ അനാഥരായ മനോരോഗികളോട് തോന്നാനുണ്ടായ ഒരു ദയവ്, മെഡിക്കൽ കോളേജിന്റെ വേസ്റ്റ് കുഴി കിടന്ന ഒരു അനാഥയായ ഗർഭിണിയായ മാനസിക രോഗിയായ സ്ത്രീയെ കുഴിയിൽ നിന്ന് ഏറ്റെടുത്ത് വഴിയിലിരുത്തി പരിചരിച്ചു. പിന്നെ അവർ പ്രസവിച്ചു. പിന്നെ അവരെ ആശുപത്രി 65 ദിവസം ചികിത്സിച്ച് സുഖമായപ്പം അവരെ തിരുവനന്തപുരത്തുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയപ്പോൾ അവർക്ക് ഒത്തിരി സങ്കടമായി. അവരെ ഉപേക്ഷിച്ച് പോകരുതെന്നും പറഞ്ഞു. അവരുടെ ആ സങ്കടം കണ്ടുകൊണ്ടാണ് നവജീവൻ ട്രസ്റ്റ് ആരംഭിച്ചതും അനാഥരായ മാനസിക രോഗികൾക്ക് വേണ്ടി ഒരു പുനരധിവാസ കേന്ദ്രം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയോടുകൂടി ആഗ്രഹിച്ചതും ആ ഒരു സംഭവത്തോടു കൂടിയാണ്. അത് മെഡിക്കൽ കോളേജിനടുത്തുള്ള മെറീന ലോഡ്ജാണ്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിനടുത്തുള്ള PC ലോഡ്ജ്, മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന PC ലോഡ്ജ് ഒരു മുറി മാസം 75 രൂപ വാടകയ്ക്കെടുത്ത് 3 അനാഥരായ മാനസിക രോഗികളെ അവിടെ താമസിപ്പിച്ചു. ആ മുറിക്കിട്ട പേരാണ് നവജീവൻ ട്രസ്റ്റ്. ഈ കാലഘട്ടത്തിൽ വലിയ ഒരു മാരകമായ രോഗത്താല്, കോവിഡ് എന്ന് പറയുന്ന ആ മഹാരോഗത്താല് എത്രയോ പേര് വിഷമിക്കേണ്ടി വന്നു. എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. നമ്മുടെ ചുറ്റുപാടുകളിലെ ഈ കോവിഡ് രോഗം വന്നപ്പോഴേ വീട്ടിൽ കഞ്ഞി വെക്കാൻ മാർഗമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം വീടുകളിലേക്ക് നമ്മൾ അരിയും പലവ്യഞ്ജനവും പച്ചക്കറിയും ഒക്കെ കൊടുത്ത് നമ്മൾ സഹായിച്ചു. വളരെയേറെ ദുഃഖമനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ഈ കോവിഡ് കാലത്തെ കുടുംബാംഗങ്ങൾ. ആ വീട്ടിലേക്ക് ആരും കയറിപ്പോയില്ല, അവർക്കെങ്ങോട്ടും പോകാൻ മേല. പ്രായമായ കാരണവന്മാരുണ്ട്, മക്കളുണ്ട്, ആഹാരത്തിന് വഴിയില്ല, ആരും ഒന്ന് കയറി ചെല്ലുന്നില്ല. പ്രത്യേകിച്ച് അയൽവക്കംകാരും സഹകരിക്കുന്നില്ലാത്ത ഒരു സമയമായിരുന്നു കോവിഡ് കാലഘട്ടത്തിലൊക്കെ. നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഒക്കെ കോവിഡ് രോഗം കുറേ പേർക്ക് വന്നു. അതിലുണ്ടായ ഒരു വലിയൊരു അത്ഭുതകരമായ അനുഗ്രഹം കണ്ടത് 95 വയസ്സുള്ളവർ വരെ ഇവിടെ ഉണ്ടായിരുന്നു, പ്രായമായൊരു. പക്ഷേ ആരും മരിച്ചില്ല. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. എനിക്കും കോവിഡ് വന്ന് ബാധിച്ചു. പക്ഷേ നമ്മുടെ നവജീവനിൽ പ്രായമുള്ള കുറേ അമ്മമാരുണ്ടായിരുന്നു. അത് കുറേ പേര് മരിച്ചു പോകുമെന്നാണ് ഡോക്ടർമാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ്, പ്രതീക്ഷിക്കേണ്ടെന്ന്. പക്ഷേ ആരും മരിച്ചില്ല. 200-ലധികം മനോരോഗികളാകുന്ന മക്കൾക്ക് വേണ്ടാത്ത മാതാപിതാക്കൾ, കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ 5 ഹോസ്പിറ്റലിലായി നമ്മൾ 5000-ലധികം ആളുകൾക്ക് ചോറും കറികളും ചൂടുവെള്ളവും കൊടുത്ത് സഹായിക്കാൻ കർത്താവായ ഈശോ നമുക്ക് വലിയ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി ദൈവപരിപാലനയിലൂടെയുള്ള ഈ ശുശ്രൂഷയിൽ അനേകരുടെ മാനസാന്തരത്തിനും അനേകരെ ഈശോയുടെ കൂടെ നിന്ന് ജീവിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട്
വലിയ പ്രചോദനം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ചോറ് കൊടുക്കണേ 1,00,000 രൂപയാകും. ഒരു മാസം ചോറ് കൊടുക്കണേ 30,00,000 രൂപയാകും. 110 പാവപ്പെട്ട കിഡ്നി രോഗികൾ അവരുടെ ജീവിത ചെലവിന് വേണ്ടി 3,000 രൂപ വെച്ച് 3,30,000 രൂപയാകും. കാരുണ്യ വഴിയിൽ 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കി നവജീവൻ ട്രസ്റ്റ്. പുതിയ കർമ്മമണ്ഡലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന അമരക്കാരനായി, പ്രായം തളർത്താത്ത മനസ്സും അനുഭവങ്ങളുടെ കരുത്തുമായി ഒരു യുവാവിന്റെ ചുറുചുറുക്കോടെ നന്മയുടെയും കാരുണ്യത്തിന്റെയും പ്രതിരൂപമായി മാറുകയാണ് തോമസ് ചേട്ടൻ എന്ന മാതൃകാ പുരുഷൻ.